ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ളത് പൈനാപ്പിൾ പച്ചടിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് 200 ഗ്രാം, 1 കപ്പ് തേങ്ങ നല്ല വെണ്ണ പോലെ അരിഞ്ഞത്, 1 കപ്പ് തൈര്, ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പാകത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം. ഇടിക്കാനുള്ള സാധനങ്ങൾ: 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, 2 ഉണക്കമുളക് മുറിച്ചത്, ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കരിവേപ്പില. കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ, പച്ചമുളക്, പാകത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം ഇത്രയും ഒഴിച്ച് വേവിച്ച് പറ്റിച്ചെടുക്കുക. സ്റ്റൗ ഓണാക്കി പൈനാപ്പിൾ വെന്ത് പറ്റുന്നതിന് വേണ്ടി അടച്ചു വയ്ക്കാം. പൈനാപ്പിൾ വെന്ത് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് ചൂടായാൽ മതി. ഇത് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് എടുത്തു വച്ചിരിക്കുന്ന തൈര് അതിലൊഴിച്ച് ഇളക്കാം. എടുത്തു വച്ചിരിക്കുന്ന തൈര് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു മധുര തൊടുകറിയാണ്. നമുക്ക് ഇനിയും കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിച്ചാൽ മതിയാവും. കടുക് വറുക്കാനായി സ്റ്റൗ ഓണാക്കാം. അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിടാം. തൊട്ട് പിന്നാലെ ഉലുവായും ഇടാം. അതിനുശേഷം കരിവേപ്പില ഇടാം. അതിനുശേഷം ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിടാം. ഉള്ളി ഒന്ന് ചുവന്ന് വരാൻ ഇളക്കി കൊടുക്കാം. ഉള്ളി പകുതി മൂപ്പാവുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചുവന്ന മുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇത് നന്നായിട്ട് ആറിയിട്ട് വേണം സെർവ് ചെയ്യാൻ. നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് ഒഴിക്കാം.